പ്രൈസ് ലോർഡ്. ഈ പുതിയ വർഷക്കാലം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഞാനൊരു ചെറിയ ചിന്ത എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ 2024 നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വിഷമങ്ങൾ, വേദനകളൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സന്തോഷങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കും. പല സാഹചര്യങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നുപോയി. ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്നു അല്ലേ. ആ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ എൻ്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഒത്തിരി വിഷമത്തിലൂടെ കടന്നുപോയി. കാരണം ഞാൻ ഒത്തിരി സ്നേഹിച്ച എൻ്റെ അപ്പച്ചൻ എന്നെ വിട്ട് കടന്നുപോയി. അപ്പച്ചൻ്റെ ജീവിതത്തിൽ ദൈവം എല്ലാം നല്ലതാണ് ചെയ്തെല്ലാം, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു. ഈവൻ അപ്പച്ചന് ദൈവം നല്ല മരണം കൊടുത്തു. എല്ലാ കാര്യങ്ങളും ദൈവം നന്നായി ചെയ്തു. പക്ഷേ അപ്പച്ചൻ മരിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ അപ്പച്ചൻ കൂടെ വേണമെന്നേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ വിഷമങ്ങൾ, വേദനകൾ വരാറുണ്ടല്ലേ. അതൊന്നും നമുക്ക് തടയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ വിഷമങ്ങളെല്ലാം, നമ്മുടെ വേദനകളെല്ലാം നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. അപ്പച്ചൻ മരിച്ചത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതിനുശേഷം പപ്പ ശാരീരികമായ ഒത്തിരി അസുഖങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. എന്നാൽ ഒത്തിരി പ്രയാസങ്ങളിലൂടെ, ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ ആ സമയത്ത് കടന്നുപോയി. പക്ഷേ ആ സമയത്തൊക്കെ ഞങ്ങളെ താങ്ങിയ ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, ഞങ്ങളെ കരുതിയ ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ, നമ്മുടെ വിഷമങ്ങളുടെ വേദനകളിൽ നമ്മൾ ഒറ്റയ്ക്കിട്ടിട്ട് പോകുന്ന ദൈവമല്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ ആ വേദനകളിലൂടെ കടന്നുപോയ സമയത്ത് ഞാൻ ദൈവത്തെ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്തു. എല്ലാവരും പറയാറുണ്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലെന്നല്ലേ. പക്ഷേ ഞാൻ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്തു ഒത്തിരി പ്രാവശ്യം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തിനാണ് യേശുപ്പാ ഇത്രയും വിഷമങ്ങൾ തരുന്നത്? ഞാൻ യേശുപ്പാ ഇത്രയും സ്നേഹിച്ചിട്ടും ഇത്രയും വേദനകൾ എന്തിനാണ് യേശുപ്പാ തരുന്നതെന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കുറേ പ്രാവശ്യം ദൈവത്തോട് മിണ്ടാതെ നടന്നു. പക്ഷേ നമ്മൾ എത്ര ദൈവത്തിൽ നിന്ന് അകന്നു മാറാൻ നോക്കിയാലും, എത്ര ഓടിപ്പോവാൻ ശ്രമിച്ചാലും നമ്മളെ വിട്ടുകളയാത്തൊരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നന്ദിയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ചില സന്ദർഭങ്ങളുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ എത്ര വേദനകളുണ്ടെന്ന് ചിലപ്പം ചുറ്റുമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര വിഷമത്തിലൂടെ കടന്നു പോകുന്നത് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് പോലും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സ്നേഹിച്ച്, നമ്മളെ എൻകറേജ് ചെയ്ത്, നമ്മൾ തകർന്നു പോകാതെ നമ്മളെ നടത്തുന്ന ഒരു ദൈവം ഉണ്ടല്ലേ. ഈ പുതിയ വർഷക്കാലം ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരായി തീരാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരായി തീരാൻ ഇത് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഭാരം പ്രയാസങ്ങൾ ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം, ഭാരം പ്രയാസങ്ങൾ ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം നോക്കി സഹായം തേടുമേ ഞാൻ പൊന്നുനാഥനെ, നോക്കി സഹായം തേടുമേ ഞാൻ